പ്രശാന്ത് ഈഴവൻ സംവിധാനം ചെയ്ത സിനിമയാണ് ഒരു ജാതി പിള്ളേരിഷ്ടം എന്നുള്ളത്. സത്യത്തിൽ അതൊരു സിനിമ പരസ്യം കണ്ടൊന്നും വന്നതല്ല. FBയിലൊരു പോസ്റ്റ് കണ്ടു. അതൊരു പൊളിറ്റിക്സ് പറയുന്ന സിനിമയാണെന്ന് നേരത്തെ അറിയായിരുന്നു, അതുകൊണ്ടാണ് വന്നത്. പൊതുവേ ഈ പ്രൊപ്പഗാൻഡ മുന്നോട്ട് വയ്ക്കുന്ന സിനിമകളെ കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു ബോറ് തോന്നും. പക്ഷേ തികച്ചും ഒരു സിനിമയുടെ എല്ലാ വൈബോട് കൂടി തന്നെയാണ് ഈ സിനിമ എടുത്തിട്ടുള്ളത്. ഇത് പിള്ളേരുടെ ലോകമാണ്. അതായത് ലോകമാണെന്ന് വെച്ചാൽ 10ാം ക്ലാസ് കഴിഞ്ഞ് +2-ന് അഡ്മിഷൻ കിട്ടാൻ വേണ്ടി കാത്തിരിക്കുന്ന വ്യത്യസ്ത കാറ്റഗറിയിൽ പെടുന്ന കുട്ടികളുടെ ഒരു ലോകം. അതായത് ഈഴവ വിഭാഗത്തിലെ കുട്ടികളുണ്ട്, SC വിഭാഗത്തിലെ കുട്ടികളുണ്ട്, മുസ്ലിം വിഭാഗത്തിലെ കുട്ടികളുണ്ട്, അതുപോലെ തന്നെ നായർ വിഭാഗത്തിലെ കുട്ടികളുണ്ട്. അപ്പോൾ അവരൊക്കെ സ്വാഭാവികമായിട്ടും അവരുടെയൊക്കെ വീടുകളിലെ ചർച്ച എന്തായിരിക്കും? SC STക്കാർക്കും OBCക്കാർക്കും പെട്ടെന്ന് അഡ്മിഷൻ കിട്ടും, നമുക്ക് അഡ്മിഷൻ കിട്ടില്ല എന്നാണല്ലോ പൊതുവേ വീടുകളിൽ ചർച്ച ഉണ്ടാവുക. പക്ഷെ മറിച്ച് EWS എന്ന പേരിൽ സവർണ സംവരണം വന്നതിന് ശേഷം പിന്നാക്കക്കാരായ 7300 റാങ്കുള്ള ആൾക്ക് കിട്ടാതെ അവരുടെ തന്നെ സുഹൃത്തായ വിവേക് മേനോൻ എന്ന കുട്ടിക്ക് 7000 കൂടുതൽ താഴെയുള്ള റാങ്കിൽ നിന്ന് അഡ്മിഷൻ കിട്ടുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ സംവരണത്തെ സംബന്ധിച്ചുള്ള ചർച്ചകൾ അതിനകത്ത് റിട്ടേൺ അടിക്കുകയാണ്. അതാണ് ഈ സിനിമ ചെയ്യുന്നത്. നമുക്കറിയാം ഇപ്പോൾ പ്രേമൽ പോലുള്ള സിനിമകൾ, അതുപോലെ തണ്ണീർമത്തൻ ദിനം ഡേയ്സ് എന്നുള്ള സിനിമകൾ, ഇങ്ങനെയുള്ള സിനിമകളൊക്കെ കുട്ടികളുടെ ലോകമാണ്. പക്ഷേ ഈ സിനിമകളൊക്കെ ആത്യന്തികമായിട്ട് എന്ത് പൊളിറ്റിക്സാണ് പറഞ്ഞത്? സത്യത്തിൽ ഒരു പൊളിറ്റിക്സും പറയുന്നില്ല. അതെല്ലാം അരാഷ്ട്രീയ സിനിമകളാണ്. മറിച്ച് സമൂഹത്തിൽ നടക്കുന്ന റിസർവേഷൻ പോലുള്ള കാര്യങ്ങളെ, റിസർവേഷൻ എന്തോ വലിയ മോശമാണെന്ന് മാത്രം കുട്ടികൾ മനസ്സിലാക്കുന്ന ഒരു സാഹചര്യത്തിൽ കുട്ടികളുടെ ലോകത്ത് നിന്നുകൊണ്ട് റിസർവേഷൻ്റെ പ്രശ്നങ്ങളെ വളരെ ഭംഗിയായി ഒരു ജാതി പിള്ളേരിഷ്ടം എന്ന് പറയുന്ന സിനിമ അവതരിപ്പിക്കുന്നുണ്ട്. അത് കുട്ടികളുടെ തന്നെ ഒരു അവരുടെ അടിയുടെയും കളിയുടെയും ഒക്കെ ചിരിയുടെ ലോകത്ത് നിന്നുകൊണ്ട് തന്നെ രാഷ്ട്രീയമായി പറയുന്നു. അതോടൊപ്പം തന്നെ കേരളത്തിലെ പ്രമുഖരായ ആളുകളുടെ ബൈറ്റുകളും അന്നത്തെ അക്കാലം ഇപ്പോഴും വരുന്ന പത്രവാർത്തകളൊക്കെ ചേർത്തുകൊണ്ട് ഒരേ സമയം ഒരു ഡോക്യുഫിക്ഷൻ സ്വഭാവത്തിൽ ഉണ്ടായ ഒരു പൊളിറ്റിക്കൽ സിനിമയാണ്. സാധാരണ സിനിമ എന്ന് പറയുന്നത് അരാഷ്ട്രീയവാദം കുട്ടികളിൽ പടർത്തുന്ന ഈ കാലഘട്ടത്തിൽ ഒരു പൊളിറ്റിക്കലായൊരു സിനിമ കാണാൻ കഴിഞ്ഞതിൻ്റെ സന്തോഷമാണ് ഒരു ജാതി പിള്ളേരിഷ്ടം എന്നുള്ള സിനിമ കണ്ടപ്പോൾ തോന്നിയത്. പ്രശാന്ത് ഈഴവൻ അടക്കമുള്ള സിനിമാ പ്രവർത്തകർക്ക് അഭിനന്ദനങ്ങൾ. സിനിമ വളരെ നന്നായിരുന്നു. പുതിയ തലമുറ കണ്ടിരിക്കേണ്ട ഒരു സിനിമ തന്നെയാണ്. ഇതിനകത്ത് പറയുന്ന സാമ്പത്തിക സംവരണം അല്ലെങ്കിൽ മുന്നോക്ക സംവരണം എന്ന് പറയുന്നത് സമൂഹത്തെ അട്ടിമറിക്കുന്ന ഒരു സംഭവം തന്നെയാണ്. പുതിയ കുട്ടികൾക്ക് ആണെങ്കിലും അഡ്മിഷൻ കിട്ടാത്തതും ഇത്തരം സംഭവങ്ങളൊക്കെ സിനിമയിലൂടെ അവതരിപ്പിക്കുന്നുണ്ട്. അത് എൻ്റെ ഒരു ജീവിതാനുഭവമായിട്ട് തന്നെ കണക്കാക്കുന്നു. ഒരു ജാതി പിള്ളേരിഷ്ടം എന്ന് പറയുന്ന ക്രൗഡ് ഫണ്ടോടുകൂടി പൂർത്തീകരിച്ച ഒരു കൊച്ചു സിനിമയുടെ സംവിധായകനാണ് പ്രശാന്ത് ഈഴവൻ. ഇത് ഇന്ത്യയിലെ ആദ്യത്തെ മസ്ജിദായ ചേരാവ മസ്ജിദിൽ നിന്നാണ് പ്രഥമ ഫണ്ട് സ്വീകരിച്ച് നാരായണ ഗുരുവിൻ്റെ സമാധിയിടത്തിൽ ഫസ്റ്റ് ഷോട്ട് എടുത്ത് ആരംഭിച്ചൊരു കൊച്ചു ചിത്രമാണ്. 1 മണിക്കൂർ 10 മിനിറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഇത് എല്ലാ തിയേറ്ററുകളിലും ഇപ്പോൾ കൊടുങ്ങല്ലൂർ 7ഓളം പ്രദർശനങ്ങൾ കഴിഞ്ഞു, ഇരിങ്ങാലക്കുട കഴിഞ്ഞു, കോഴിക്കോട് കഴിഞ്ഞു, എറണാകുളത്താണ്. ഇനി വരും ദിവസങ്ങളിൽ തിരുവനന്തപുരത്തുണ്ടാവും. അപ്പോൾ അതൊരു ജനകീയ പങ്കാളിത്തത്തോടു കൂടി നിർമ്മിച്ച പൂർത്തീകരിച്ച ഒരു വലിയ പൊളിറ്റിക്കൽ വിഷയം കൈകാര്യം ചെയ്യുന്ന സവർണ സംവരണം പ്രതിപാദിക്കുന്ന ഒരു സിനിമയാണ്. കുട്ടികളുടെ 4 കുട്ടികളുടെ അവരുടെ സൗഹൃദങ്ങളിലൂടെയാണ് കഥ മുന്നോട്ട് പോകുന്നത്. ഇത് കുട്ടികൾക്കും ചെറുപ്പക്കാർക്കും എന്നുള്ള എല്ലാ ഫാമിലി ഓഡിയൻസിനൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെന്നാണ് പറയുന്നത്. ഒരു എൻ്റർടൈനർ സ്വഭാവത്തിലൂടെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും സിനിമയോടൊപ്പം നിൽക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അത് സിനിമ ഞാൻ ഈ പ്രശാന്ത് ഈഴവൻ എന്നാണ് ഡയറക്ടറുടെ പേര്. അപ്പം ഞാൻ കുറച്ചും കൂടിയും ഒരു സാധാരണ ഇതിൽ നമ്മൾ ഒരു പാരൽ മൂവി ചെയ്യുന്ന രീതിയിലുള്ളൊരു എക്സ്പെക്റ്റേഷനിലാണ് പോയത്. പക്ഷേ പടം കണ്ടപ്പോൾ കുറച്ചും കൂടിയും ഇമോഷണലി കുറേ കൂടിയും കണക്ട് ആവുന്ന രീതിയിലാണ്. പിന്നെ EWS എന്ന് പറഞ്ഞിട്ടൊരു പരിപാടി പറയുന്നുണ്ട്. അപ്പം നമ്മളിത് പല രീതിയിൽ വായിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാവുന്ന രീതിയിലാണ് സിനിമയിൽ പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഇതിലെ ക്യാരക്ടേഴ്സ് എന്താ പറയുക, നമ്മൾ ഇതേപോലത്തെ സിനിമകളിൽ കാണുമ്പോൾ പ്രൊഫഷണലിസം ഇല്ലായ്മ എക്സ്പെക്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ പോയത് ആക്ച്വലി. പക്ഷേ പടം കണ്ടപ്പോൾ കുറച്ചും കൂടി അത് ഇൻട്രസ്റ്റിംഗ് ആണ്. പിന്നെ അതിലവർ ഉപയോഗിച്ചേക്കണ ക്ലിപ്പുകൾ, പിന്നെ ഒരു ഡോക്യു ഫിക്ഷൻ മൂഡുണ്ട് പടത്തിന്. അതെനിക്ക് തോന്നുന്നു കുറച്ചും കൂടിയും പടത്തിന് കുറച്ചും കൂടി നമുക്ക് സത്യസന്ധമായിട്ട് നമ്മുടെ ലിവിങ് ലൈഫിൽ ഗ്രൗണ്ട് ലെവലിൽ എങ്ങനെയാണ് സോഷ്യലി ഇത് എഫക്റ്റ് ചെയ്യണതെന്ന് സത്യസന്ധമായിട്ട്, അതായത് ആ സിനിമയ്ക്ക് എത്ര സത്യസന്ധത ഉണ്ടെന്ന് നമുക്ക് ഒരു ക്രോസ് ചെക്ക് ചെയ്യാൻ പറ്റുന്നതും കൂടിയിട്ടുള്ളൊരു എലമെൻ്റ് ആയിരുന്നു അത്. അതുകൊണ്ട് എനിക്കതൊരു ഇതായിട്ട് തോന്നിയില്ല, ഒരു എക്സാഗ്രേറ്റഡ് ആയിട്ടുള്ള ഒരു പരിപാടിയായിട്ട് എനിക്ക് തോന്നിയില്ല.
പിന്നെ ഇപ്പോഴത്തെ ഒരു സന്ദർഭത്തിൽ പറയുകയാണെങ്കിൽ നമുക്കിപ്പോൾ ഈ ഗൗതം വാസുദേവ് മേനോൻ പോലുള്ള ആളുകൾ ഈ ജാതി ഇല്ല അല്ലെങ്കിൽ ജാതി ഇല്ല എന്ന് പറയുമ്പോൾ അതല്ല, ജാതി ഇവിടെ എത്രമാത്രം ഉണ്ട് എന്ന് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന രീതിയിൽ ഇമോഷണലി ടച്ച് ചെയ്യാവുന്ന രീതിയിൽ തന്നെയാണ്. ഞാൻ ഒട്ടും അങ്ങനെ ഇത്രയും നന്നായിട്ട് മനസ്സിൽ എന്താ പറയുക നമ്മളെ ടച്ച് ചെയ്യുമെന്ന് ഒട്ടും കരുതാണ്ടാണ് പോയത്. പിന്നെ എനിക്ക് തോന്നുന്നു വളരെ എക്സ്പെൻസീവ് അല്ലാണ്ടാണ് പടം ചെയ്തേക്കണേന്ന് തോന്നുന്നു. പക്ഷേ അവരുടെ പരിമിതിയുടെ ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ പരമാവധി അവർക്ക് നന്നായിട്ട് ചെയ്യാൻ കഴിഞ്ഞു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പിന്നെ ഒരു കോമൺ ആയിട്ടുള്ളൊരു നമ്മളൊരു സിനിമ കാണുന്ന സ്ട്രക്ചർ, അങ്ങനത്തെ ഒരു പോപ്പുലർ സിനിമയുടെ ഒരു സ്ട്രക്ചർ ഇല്ലെങ്കിലും നമ്മൾ പോപ്പുലർ സിനിമ പോലെ തന്നെ നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു സിനിമയാണെന്നുള്ളതാണ് ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് തോന്നിയത്. അത് അതിന് ഡയറക്ടർക്ക് നല്ലൊരു കയ്യടി ഉണ്ട്. പിന്നെ ഈ അഭിനയിച്ചേക്കുന്ന ആൾക്കാരും ചെറിയ രീതിയിലുള്ള പ്രശ്നങ്ങളുള്ളെങ്കിൽ പോലും അവരും പരമാവധി നല്ല രീതിയിൽ, പിന്നെ അതിൽ പാട്ടുകളുണ്ടതിൽ നല്ല രസമുള്ള പാട്ടുകളാണ്, അതൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ സാധനങ്ങളാണ്. ഇത്രയാണ് സിനിമയെ പറ്റി പറയാനുള്ളത്. ഒരു ജാതി പിള്ളേർ ഏറെ ഇഷ്ടമായി. അതിൻ്റെ സാങ്കേതിക മികവും കഥയും വളരെ കാലികമായി പ്രസക്തമായ ഒരു വിഷയമാണ് ഈ സിനിമയിലൂടെ പ്രശാന്ത് സംസാരിച്ചിട്ടുള്ളത്. അതുപോലെ ഇതിൻ്റെ അണിയറ പ്രവർത്തകരൊക്കെ വളരെ നന്നായി. നമ്മൾ ഒരിക്കലും വിചാരിക്കില്ല ഇത്തരം ഒരു വിഷയം, ഇതൊരു രാഷ്ട്രീയ വിഷയമാണ്. ഇത്തരം വിഷയം സംവരണം പോലുള്ള സുപ്രധാനമായ വിവാദം ഉണ്ടാക്കാവുന്ന ഒരു രാഷ്ട്രീയ വിഷയം ഒതുക്കത്തോടെ വളരെ ടച്ചിങ് ആയിട്ട് ഹൃദയസ്പർശിയായിട്ട് എടുക്കുവാൻ പ്രശാന്ത് ഈഴവർക്ക് കഴിഞ്ഞതിൽ അദ്ദേഹത്തെ അഭിനന്ദിക്കുന്നു. സിനിമ ഒരു ജാതി പിള്ളേരെ ഇഷ്ടമുള്ള സിനിമ വളരെയേറെ കാലികവും അതേസമയം തന്നെ അതിൻ്റെ ഒരു സാമൂഹ്യ രാഷ്ട്രീയ സന്ദേശത്തെ വളരെ ശക്തമായി ആകർഷകമായ രീതിയിൽ കലാമേന്മ ഒട്ടും തന്നെ ചോർന്നു പോകാതെ അവതരിപ്പിക്കുന്നതിൽ വിജയിച്ചിട്ടുണ്ട്. ഇപ്പോൾ പ്രശാന്ത് ഈഴവൻ, സംവിധായകനായിട്ടുള്ള പ്രശാന്ത് ഈഴവനും അതുപോലെ തന്നെ അതിൻ്റെ സിനിമാറ്റോഗ്രാഫി ചെയ്തിട്ടുള്ള ആൾക്കാരും ബാക്കി എല്ലാവരും തന്നെ വളരെ നല്ല നിലയ്ക്ക് തന്നെ അത് വിജയിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നത് പണ്ട് കാലത്തൊക്കെ ഒരു ജാതി എന്ന് പറയുമ്പോൾ എന്തോ ഒരു മോശപ്പെട്ട കാര്യം എന്നുള്ളൊരു ധ്വനി ഉണ്ടാവാറുണ്ട്, ഒരു ജാതി പറച്ചിലിഷ്ടമെന്നൊക്കെ പറയും. പക്ഷെ ഇപ്പോൾ നേരെ തിരിച്ച് ഒരു ശക്തമായൊരർത്ഥം അതിന് നൽകാൻ ഈ സിനിമയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതിൽ സഹോദരൻ അയ്യപ്പൻ്റെ വാക്കുകൾ ആ സിനിമയുടെ തുടക്കത്തിൽ ഉദ്ധരിക്കുന്നുണ്ട്. ജാതി പറയരുത്, ചോദിക്കരുതെന്നൊക്കെയാണ് ശരിയെങ്കിലും ജാതിയെ എതിർക്കാനായിട്ട് ജാതി പറയണം, ചോദിക്കണം എന്ന് പറയുന്ന ആ കാര്യമുണ്ടല്ലോ, അത് വളരെ ആവശ്യം തന്നെയാണ്. പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് അത് ആ നിലയ്ക്ക് തന്നെ ആ സിനിമ അത് വിജയപൂർവ്വം കൈകാര്യം ചെയ്തിട്ടുണ്ടെന്നാണ് അഭിപ്രായം. സിനിമ രാഷ്ട്രീയമായും കലാപരമായും വിജയിച്ച ഒരു ചെറു സിനിമ എന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. സാധാരണ ഇതിൽ ഇത്തരം ഒരു വിഷയം കൈകാര്യം ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ഒരു ഡോക്യു ഫിക്ഷൻ സ്വഭാവത്തോടു കൂടിയാണ് സിനിമ ആരംഭിക്കുന്നത്. പിന്നീട് ആ ഡോക്യുമെൻറ്റുകളെ ആധാരമാക്കിക്കൊണ്ട് അത് മനുഷ്യരുടെ ജീവിതത്തിൽ എങ്ങനെയാണ് പ്രകടമാവുക, ഈ പ്രതിസന്ധി പ്രത്യേകിച്ചും കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന് സംസ്ഥാന ഗവൺമെൻറ് കേരളത്തിൽ നടപ്പാക്കിയ EWS റിസർവേഷൻ, അതല്ലെങ്കിൽ സവർണ സംവരണം അല്ലെങ്കിൽ സാമ്പത്തിക സംവരണം, മുന്നോക്ക ജാതിക്കാരിൽ പിന്നോക്കക്കാരായിട്ടുള്ള സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന 250 സെൻറ്റുകാരനും ഗ്രാമത്തിൽ 75 സെൻറ്റുകാരനും 50 സെൻറ്റുകാരനും, അതായത് നമ്മുടെ സമൂഹത്തിലെ ഏറ്റവും വികസിച്ച വിഭാഗങ്ങൾ സംവരണീയരായി മാറിത്തീരുകയും അതുവരെ സംവരണീയരായി അറിയപ്പെട്ടിരുന്ന ആളുകൾ യഥാർത്ഥ സംവരണത്തിൽ നിന്നും പുറത്താക്കപ്പെടുകയും ചെയ്യുന്ന വിചിത്രമായ ഒരു ചരിത്ര സന്ദർഭത്തെ കലാപരമായി പറയാൻ സംവിധായകൻ ശ്രമിക്കുകയും അതിൽ അദ്ദേഹം എല്ലാ തരത്തിലുള്ള സാങ്കേതിക സാമ്പത്തിക പ്രതിസന്ധികളെയും മറികടന്നുകൊണ്ട് വിജയിക്കുകയുണ്ടായി എന്ന് പറയാനാണ് എനിക്ക് താല്പര്യം. തീർച്ചയായും കേരളത്തിലെ ഗ്രാമാന്തരങ്ങളിൽ ദലിതരും ആദിവാസികളും പിന്നോക്ക ന്യൂനപക്ഷ വിഭാഗങ്ങളും പ്രത്യേകിച്ച് അതിൽ ഏറ്റവും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകൾ കാണേണ്ട ഒരു സിനിമ, കണ്ടിരിക്കേണ്ട ഒരു സിനിമ എന്നുകൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. തീർച്ചയായും ഇതിൻ്റെ അണിയറിൽ പ്രവർത്തിച്ച മുഴുവൻ ആളുകളെയും ഈ സന്ദർഭം അഭിനന്ദിക്കാൻ കൂടി ഞാൻ വിനിയോഗിക്കുകയാണ്. അഭിവാദ്യങ്ങൾ. സിനിമ നന്നായിട്ടുണ്ട്. പിന്നെ
പ്രത്യേകിച്ചും പ്രശാന്തിനെ പോലെ ഒരാൾ സിനിമ എടുക്കുമ്പോൾ അത് ഭയങ്കര അതിവൈകാരികമാകുന്ന ചിന്തിച്ച ഒരാളാണ് ഞാൻ. പക്ഷേ സിനിമയിൽ ഒരുപാട് വർഷം വർക്ക് ചെയ്തിട്ടുള്ള ഒരാൾ എന്നുള്ള നിലയ്ക്ക് സിനിമയുടെ മറ്റ് ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങളെ പറ്റിയും സിനിമ എങ്ങനെ മുന്നോട്ട് കൊണ്ടുവരണം എന്നൊക്കെ പ്രശാന്ത് ശ്രദ്ധിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും ഇത് സിനിമ എന്നുള്ള ഒരു കാര്യമായ ഒരു അനുഭവം തരുന്നതിനെ സെൻസർ ബോർഡ് എന്തുകൊണ്ട് ബ്ലോക്ക് ചെയ്യുന്നു എന്ന്, അത് ഇന്നത്തെ രാഷ്ട്രീയ ഗതിക്കെതിരായതുകൊണ്ടാണോ, സാമൂഹ്യമായ ചുറ്റുപാടുകളെ തുറന്നു കാട്ടുന്ന ഒന്നായതുകൊണ്ടാണോ എന്നൊക്കെയുള്ള ചോദ്യം സിനിമ കണ്ടപ്പോൾ തോന്നിയിരുന്നു. പിന്നെ തുടക്കത്തിൽ സിനിമ കൊണ്ടുവരുന്ന ഒരുപാട് പ്രധാനപ്പെട്ട, പ്രത്യേകിച്ചും നാരായണഗുരു, അയ്യങ്കാളി, ഇപ്പോൾ സഹോദരൻ, ഇവരുടെയൊക്കെ വരികളൊക്കെ കാണിച്ചുകൊണ്ടാണ് സിനിമ ആരംഭിക്കുന്നത്. അപ്പോൾ കൂടാതെ ത്രൂ ഔട്ട് ഇതിൻ്റെ ഇന്നത്തെ അത്തരം ചിന്തകളുടെ ഇന്നത്തെ ഒരു കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള അവസ്ഥകൾ കുട്ടികളിൽ ഒന്നും അറിയാത്തപ്പോൾ, നമുക്ക് നാരായണഗുരു ആരാന്ന് ചോദിച്ചാൽ ചിത്രം കണ്ടാലും അറിയാം. അത്തിക്കവിഞ്ഞ് ഗുരുവിൻ്റെ ലൈഫ് ആശയങ്ങളോ ഒന്നും ഇത്രയും പോപ്പുലറായിട്ടുള്ള ഒരു ഐക്കൺ എന്നുള്ള നിലയ്ക്ക് നമുക്കറിയില്ല. അതുപോലെ സഹോദരൻ അയ്യങ്കാളി അത്രയും കൂടി അറിയുന്ന സമൂഹമല്ല കേരളമെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. അന്വേഷിച്ചു പോയാലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിൽ വളരെ മറയ്ക്കപ്പെട്ട കഥകളുടെ പിന്നിൽ ഒളിച്ചിരിക്കുന്ന യാഥാർത്ഥ്യങ്ങളാണ് ഇവരൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ളത്. അപ്പോൾ കുട്ടികളിലേക്ക് ഇതൊന്നും എത്തുന്നില്ല. അവർ സോഷ്യൽ മീഡിയയിലും അവരുടെ താല്പര്യങ്ങളിലും ഒതുങ്ങി നിൽക്കുന്ന ഒരു കൂട്ടരായിട്ട് കുട്ടികളെ തഴയുമ്പോൾ ഇത്ര സീരിയസ് ആയിട്ടുള്ള അവരുടെ ജീവിതത്തെ, അവരുടെ ഭാവിയെ, അവരുടെ വളർന്നു വന്ന ചുറ്റുപാടുകളുടെ കഷ്ടതകളെയൊക്കെ കൂടുതൽ ശ്രദ്ധയോടെ നിരീക്ഷിക്കുന്ന വ്യക്തികളായിട്ട് കുട്ടികളെ സിനിമ ചിത്രീകരിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ സിനിമയുടെ കഥയുടെ ഒരു രീതി പോകുന്നതും വളരെ പ്രധാനമാണ്. കാരണം നമുക്ക് ഒരു സിനിമ കാണുന്നതിൻ്റെ ഇടയിൽ 10 പ്രാവശ്യം ഫോൺ നോക്കാനായിട്ടുള്ള ടെൻഡൻസി ഉള്ള ഒരു കാലത്ത് സിനിമയുടെ തുടക്കത്തിൽ ഒരു 30% സമയവും ഫോണിൽ നോക്കുന്നതിൻ്റെ അതിവൈകാരികത നമുക്ക് സിനിമ തരുന്നുണ്ട്. പിന്നെ നമ്മൾ സിനിമയിലായി പോവാണ്, സിനിമയുടെ കഥയിലായി പോവാണ്. കുട്ടികളുടെ ഇടയിൽ അല്ലെങ്കിൽ അവരുടെ നമ്മൾ കാണുന്ന, ഇപ്പോൾ ഇതിൽ ജിഷ എന്ന് പറഞ്ഞ കഥാപാത്രം വളരെ ടാക്റ്റിക്കലായിട്ട് ജീവിക്കേണ്ടി വരുന്ന, അല്ലെങ്കിൽ വിധേയപ്പെടുന്ന ഒരാളല്ല. എല്ലാ സ്വാതന്ത്ര്യവും സൗകര്യങ്ങളും ഉണ്ടായിട്ടും അവർ ടാക്റ്റിക്കലായിട്ട് അവരുടെ ജീവിതം കൊണ്ടുപോകാനായിട്ട് സ്കില്ലുണ്ടായിട്ടുള്ള ഒരു സവർണ സ്ത്രീയായിട്ടാണ് അതിൽ അവതരിപ്പിക്കപ്പെടുന്നത്. ഇവിടെ എത്ര ദളിത് സ്ത്രീകൾ റേപ്പ് ചെയ്യപ്പെട്ട് മരിക്കപ്പെടുന്നു, അവരൊന്നും ഇത്രയും ഉച്ചത്തിലൊരു കാര്യം ഒതുക്കി പറയാൻ അറിയാത്തവരായിരിക്കും. പക്ഷെ അവരെയൊക്കെ വളരെ മോശം ആളുകളായിട്ട് നമ്മൾ ചിത്രീകരിക്കുന്നുണ്ട്. പക്ഷേ ഈ സിനിമയിൽ ഇവരെ നമ്മൾ മുന്നിലൊരു ചോദ്യമായിട്ട് നിർത്തി നമ്മൾ അവരെ കൂടുതൽ ജഡ്ജ് ചെയ്യാൻ നിൽക്കുന്നില്ല. അവരുടെ നിശബ്ദത തന്നെ അവരുടെ ഒരു ക്യാരക്ടറിനെ ക്വസ്റ്റ്യൻ ചെയ്യുന്നതായിട്ട് തോന്നി. പിന്നെ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ ഇത് നമ്മൾ ചാനൽ ചർച്ചകളിലൊക്കെ എപ്പോഴും കാണുന്ന, അശ്രദ്ധമായിട്ട് കാണുന്ന കഥാപാത്രങ്ങളാണല്ലോ ചാനൽ അവതാരകർ. അതിൽ അവർ പറയുന്ന പല പ്രധാനപ്പെട്ട റെലവൻ്റ് ആയിട്ടുള്ള റിസർച്ച് ചെയ്തിട്ടുള്ള ഇൻഫർമേഷൻസിൻ്റെ ഒരു കോർത്തിണക്കിയത് വളരെ ശ്രദ്ധയോടുകൂടിയാണ്. പിന്നെ മാത്രമല്ല, ഇപ്പം നമുക്ക് യാഥാർത്ഥ്യങ്ങൾ നമ്മൾ അറിയണമെങ്കിൽ ഇതുപോലെ റീലുകളിലൂടെയോ യൂട്യൂബിലൂടെ വൈറലാവുന്ന ഇഷ്യൂസിലൂടെയോ ഒക്കെയാണ്. അപ്പോൾ ഇതെല്ലാം കോർത്തിണക്കിയാൽ ഈ കാലത്ത് ഒരു സിനിമ നിർമ്മിക്കാമെന്നുള്ള ഒരു പാഠം കൂടിയായിട്ട് എനിക്കത് തോന്നുന്നു. പിന്നെ സിനിമയുടെ ഒരു ഹൈ ക്വാളിറ്റി ഒരു സിനിമ ഇവിടെ ഇപ്പം കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് ഇവിടെ ഉണ്ടാക്കുന്ന സിനിമ ആളുകളെ ഒരു മൂഢസ്വർഗത്തിലേക്ക് പിടിച്ചു വലിക്കുമ്പോൾ നമ്മളുടെ സ്കിന്നിൽ ചേർന്ന് നിൽക്കുന്ന ഒരു യാഥാർത്ഥ്യത്തിലേക്ക് നമ്മളെ ഒന്ന് നുള്ളി ഉണർത്തുന്നതിനേക്കാളും ആഴത്തിൽ ഈ സിനിമ സ്പർശിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ടെക്നിക്കാലിറ്റിയുടെ ക്വാളിറ്റിയൊക്കെ ഒരു ചോദ്യമായിട്ട് സിനിമയിൽ ഇല്ലാതായി പോകുന്നതായിട്ട് തോന്നുന്നു.